ന്മാരിൽ പ്രാദേശിക പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികളുടെ ഒക്കെ ചിന്ത സാധാരണക്കാരന് ടൂറിസം കൊടുക്കുന്നതാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത. അങ്ങനെ സാധാരണക്കാർക്കുള്ള 750 രൂപയുടെ 20 മുറിയായിട്ട് തുടങ്ങുന്ന ഒരുത്തൻ അവിടെ ഒരു റിസോർട്ട് തുടങ്ങിയാൽ അവിടെ നിങ്ങളുടെ മക്കൾക്ക് അവിടെ ഒരു ജോലി കിട്ടുമ്പോൾ ശമ്പളം എത്രയായിരിക്കും കിട്ടുക? എന്നാൽ 25,000 രൂപ മുറി വാടകയുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ വരുമ്പോൾ നിങ്ങളുടെ മക്കൾ 5 സ്റ്റാർ ഹോട്ടലിലെ എംപ്ലോയി ആയിരിക്കും. അവിടുത്തെ സാലറി അതിനാനുപാതികമായിരിക്കും. അവിടെയാണ് നിങ്ങളുടെ ജീവിത നിലവാരം നിങ്ങളുടെ മക്കളുടെ ജീവിത നിലവാരം ഉയരുകയും എന്നാൽ ലണ്ടന് പോകണ്ട, ഇവിടെ താജ് ഗ്രൂപ്പിന്റെ ഇന്ന ഹോട്ടൽ ഇവിടെ വരാൻ പോകുന്നു, അതിന് എനിക്കൊരു ജോലി കിട്ടും, അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നത്. ഈ ഒരു വീക്ഷണം ലോക്കൽ രാഷ്ട്രീയക്കാർ മുതലുള്ള സാമാന്യ ജനത്തിന് വരെ ഉണ്ടാകണം. ഇപ്പോഴും ടൂറിസത്തിൽ ചിന്തിക്കുന്നത് എന്താ? നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് വന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും ചിലവ് ചുരുങ്ങിയ സാധനങ്ങളെല്ലാം കൊടുക്കുന്ന വെറുതെ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങൾ ഒരുക്കി വെച്ചാൽ അത് ടൂറിസമായിരുന്ന അല്ല. ടൂറിസം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അതൊരു സാമ്പത്തിക ഇടപാടാണ്. അവിടെ പണം വന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ മുമ്പേ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവുള്ളൂ. നമ്മുടെ മക്കൾ വിദേശത്ത് പോകാതിരിക്കണമെങ്കിൽ അവൻ ഈ 750 രൂപയുടെ മുറിവാടകയുള്ള ലോഡ്ജിന്റെ നിലവാരത്തിലുള്ളടത്ത് പണിക്ക് നിൽക്കില്ല. അവനത് നാണക്കേടാ. അവന് അതിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന ഒരു 15,000 രൂപ ശമ്പളം, അത് എല്ലാ ദിവസവും ഇല്ല ആയെങ്കിൽ മാത്രം, മറ്റേതല്ല. അപ്പോൾ ആ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ നിലവാരത്തിലുള്ള ടൂറിസ്റ്റുകൾ അവിടേക്ക് കിട്ടുള്ളൂ. ആ നിലവാരത്തിലുള്ള ടൂറിസ്റ്റുകൾ വരുമ്പോഴാണ് അവിടെ ആ നിലവാരത്തിൽ പണം അവിടെ സ്പെൻഡ് ചെയ്യപ്പെടുന്നത്, നാട്ടുകാരുടെ കയ്യിലേക്ക് പണം ചെല്ലുന്നത്. ഇതിലേത് വേണം തീരുമാനിക്കാനുള്ള ദീർഘവീക്ഷണം നമ്മുടെ പല പ്രാദേശിക സെൽഫ് ഗവൺമെൻറ്റുകൾക്കും അവിടെ ഭരിക്കുന്നവർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഇല്ല. അവിടെ വോട്ട് കിട്ടാൻ വേണ്ടി നാട്ടുകാർ എത്ര പേര് ഒന്നിച്ചു കൂടുന്നു, അവർ പുറത്തുനിന്ന് പൊതിഞ്ഞു കൊണ്ടിരുന്ന പൈസ ഭക്ഷണമായിട്ട് വരുന്നു, ഒരു 2 കുപ്പി കള്ളുമായിട്ട് വരുന്നു, അവിടെ ഇരുന്ന് കഴിക്കുന്നു, ആ കുപ്പി അവിടെ പൊട്ടിച്ചിട്ടിട്ട് പോകുന്നു, ആ പൊതിഞ്ഞുകൊണ്ട് വന്ന കടലാസോടെ ഇട്ടിട്ട് പോകുന്നു. അതല്ല ഞാൻ പറയുന്ന ടൂറിസം. ലോകത്തിലെ ഏത് ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ ചെന്നാൽ, നിങ്ങൾ പീസാ ഗോപുരത്തിന്റെ ചുവട്ടിൽ ചെന്നാൽ ഇറ്റലിക്കാരല്ല അതിലൂടെ നിരം നടക്കുന്നത് മുഴുവൻ. ചൈനയുടെ പല സ്ഥലങ്ങളിലേക്ക് ചെന്നാൽ ചൈനയുടെ മറ്റു ഭാഗത്തു നിന്ന് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടാവാം. നിങ്ങൾ തായ്ലൻഡിലേക്ക് ചെന്നാൽ, മലേഷ്യയിലേക്ക് ചെന്നാൽ, ജെന്റിങ് ഹൈലാൻഡിലേക്ക് ചെന്നാൽ, അല്ലെങ്കിൽ വിയറ്റ്നാമിലെ ബനാഹിൽസിലേക്ക് ചെന്നാൽ വിയറ്റ്നാംകാരല്ല അതിലൂടെ നിറഞ്ഞൊഴുകുന്നത്, അന്യനാട്ടുകാരാ. ഈ അന്യനാട്ടുകാരന്റെ പണം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നെങ്കിലല്ലേ നമ്മുടെ വീട് അഭിവൃദ്ധിപ്പെടുള്ളൂ. അച്ഛൻ പൈസ എടുത്ത് മകന് കൊടുക്കുകയും മകൻ പൈസ എടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിന് വളർച്ച ഉണ്ടാവും.